ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത്തവണത്തെ വീഡിയോ പറയുന്നത് എൻ്റെ നാട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. കസിൻ്റെ മാരേജ് ആയിട്ട് ഞാൻ നാട്ടിൽ 2 വീക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ പോയപ്പോൾ അവിടെ കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തു വീഡിയോ ആക്കിയിട്ട് അത് നിങ്ങളെല്ലാവരും കാണിക്കാൻ തരുന്നു കേട്ടോ. ഒരു കൊച്ചു നാട്ടുപുറാണ് എൻ്റെ നാട് പറയുന്നത്. വയനാട്ടിലെ തനി ഒരു കർഷക ഫാമിലിയാണ് എൻ്റെ കേട്ടോ. അപ്പോൾ അവിടെ അമ്മ നനച്ചുണ്ടാക്കിയ സാധനങ്ങളും ഒക്കെ ഞാൻ പോയ സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലുണ്ടായിരുന്നതാണ് പയർ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ വയലിലേക്ക് പോയപ്പോഴാണ് പയർ ഇങ്ങനെ നിൽക്കുന്നുണ്ടത്. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് പയർ പറിക്കാം. അപ്പം ഞാൻ പറഞ്ഞു അമ്മ വീഡിയോ എടുക്കൂ, ഞാൻ പറിച്ചോളാം എന്ന് എഴുതി പറിച്ചതാണ് കേട്ടോ. കുട്ടിക്കാലത്തൊക്കെ പറമ്പിലേക്കൊക്കെ ഓരോന്ന് കൊണ്ടു കൊടുക്കാനും എന്തിനേലൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ, ഇറങ്ങേയില്ല. പക്ഷേ കുട്ടിക്കാലമൊക്കെ കഴിഞ്ഞ് നമ്മൾ ചെന്നൈയിലൊക്കെ നിൽക്കാൻ തുടങ്ങിയ ശേഷമാണ് ഈ സ്വന്തം പച്ചക്കറികൾ നമ്മുടെ പാടത്തും പറമ്പിലൊക്കെ ഉണ്ടാവുന്നത് പറിക്കുക എന്ന് പറയുന്നതും അതെങ്ങനെ ഉണ്ടായി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണെന്നൊക്കെ അറിയുന്നത് കേട്ടോ. ഈ പൊടിയും ബഹളത്തിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ ഭയങ്കര അടിപൊളിയായിരുന്നു. ആകെ 3 മരേ അമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതായത് 3 മരത്തിൽ പടർത്തിയ പയറേ അമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൽ നിന്ന് തന്നെ നമുക്ക് അത്യാവശ്യം ഉപ്പേരിക്കുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 3 ചുവടിലുള്ള പയറൊക്കെ പറിച്ച് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പറിക്കുന്നത്. കാരണം കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ വയലിലേക്ക് വരുന്നതും ഇങ്ങനെ പറിക്കുന്നതൊക്കെ. അപ്പോൾ കിട്ടിയ പയർ ഞാനിങ്ങനെ കൊണ്ടുവന്നിട്ട് അമ്മേനെ കാണിക്കുകയാണ് കിട്ടിയിട്ടോ എന്നുള്ളത്. അപ്പോൾ ഇത്രയും പയറാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുള്ള വേറൊരു പരിപാടിയാണ് നമുക്ക് പട്ടുനൂൽ കൃഷി. പട്ടുനൂൽ കൃഷി നമ്മൾ സിൽക്ക് വേമില്ലേ, അതിൻ്റെ ഒരു ഫാം നമുക്കുണ്ട്. അപ്പം ഞാൻ പോയ സമയത്ത് അതിൻ്റെ കുക്കൂൺസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഫാം ക്ലീൻ ചെയ്യുന്ന ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചപ്പും ചവറൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്ലീനിങ്ങിന് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് മൾബറിയുടെ ഇലയാണ് കേട്ടോ നമ്മുടെ പട്ടുനൂലിന് ഫുഡായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ വേസ്റ്റ് സാധനങ്ങളൊക്കെ തൊട്ടടുത്ത സ്ഥലത്ത് അച്ഛൻ കൊണ്ടിട്ട് കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കത്തിക്കുമ്പോൾ പേടിക്കണ്ട, തൊട്ടടുത്ത് നമുക്ക് ഒരു കുട്ടി കിണറുണ്ട്. കിണറെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് അത് ചെറിയൊരു കുഴി പോലെയായിരുന്നു, മണ്ണുള്ള ഒരു ചെറിയ കുഴി. പക്ഷെ എപ്പോഴും അതിൽ നിറഞ്ഞ് വെള്ളമായിരിക്കും. ഇപ്പോഴാണ് അതിനെ ഭയങ്കര പരിഷ്കരിച്ച് റിങ്ങൊക്കെ ഇട്ട് അടിപൊളിയാക്കിയത് കേട്ടോ. അപ്പോൾ ഇൻ കേസ് എങ്ങാനും തീ പെട്ടെന്ന് പടർന്നിട്ടുണ്ടെങ്കിൽ ഇതിന്ന് കോരി ഒഴിക്കാലോ എന്ന് കരുതിയിട്ടാണ് അച്ഛൻ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കത്തിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ, അടിഭാഗം വരെ നമുക്ക് കാണാം. ഇത് എപ്പോഴും ഏത് ചൂടത്തും ഇതിൽ നിറഞ്ഞ് വെള്ളം ഉണ്ടാവും കേട്ടോ. ഈ പുറത്തേക്ക് ഒഴുകുന്നൊക്കെ ഇതിലെ വെള്ളം തന്നെ നിറഞ്ഞ് ഇങ്ങനെ ഒഴുകി പോകുന്നതാണ്. ഒരു ചെറിയ മുളംകൂട്ടം, അതിൻ്റെ താഴെ ഒരു ഇത്. ഈ കാണുന്നതെല്ലാം മൾബറിയാണ് കേട്ടോ. ഇപ്പം അതെല്ലാം അച്ഛൻ വെട്ടി ഷോർട്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മൾ നമ്മുടെ പട്ടുനൂലിന് ഫുഡായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടി പറയുന്നത് നമുക്കൊരു 8 പൊതിച്ചോറൊന്ന് പൊതിയണം കേട്ടോ. അപ്പോൾ പൊതിച്ചോറ് പൊതിയാൻ വേണ്ടിയിട്ടുള്ള വാഴയിലേക്കുള്ള പോക്കാണത്. അപ്പോൾ ഈ റൈറ്റ് സൈഡ് കാണുന്നതൊക്കെ മൾബറിയാണ്. ഞാൻ നേരത്തെ കാണിച്ച സിൽക്ക് വേമിന് കൊടുക്കുന്നത് ഈ മൾബറി തന്നെയാണ്. ഇതിൻ്റെ തളിരിലയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വാഴയില നോക്കി വന്നപ്പോഴത്തേക്കും ഒറ്റ വാഴ അവിടെ കാണാനില്ല. അപ്പോൾ അമ്മ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയേക്കാം, അവിടെ ആയിട്ട് 2 ചെറുത് കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി കേട്ടോ. ചാടിക്കടന്ന് കാണാൻ പോവാൻ. പണ്ട് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇത് മൊത്തം വയൽ പറഞ്ഞാൽ ഇപ്പോഴും വയൽ തന്നെയാണ്. നെല്ല് കൃഷിയായിരുന്നു കേട്ടോ. അവിടെ ഒരു വഴി കണ്ടോ, അതാണ് ഞാൻ പറഞ്ഞ പഞ്ചായത്ത് കിണർ. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള വഴി, അവിടെയാണ് നമ്മളെ വീട്ടിലിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇല വെട്ട അമ്മ അതാ മുന്നിൽ പോയിട്ടുണ്ട്. ഭയങ്കര വെയിലാണ് കേട്ടോ. 11:30 നല്ല ചൂടാണ് ഇപ്പോൾ വയനാട്ടിൽ. രാവിലെ നല്ല തണുപ്പാണ്, പക്ഷെ ഉച്ചയ്ക്കാകുമ്പോൾ ഭയങ്കര വെയിലാണ്. ഇത് നമ്മളിവിടുത്തെ ചെറിയ തോടാണ് കേട്ടോ. അതുകൊണ്ട് നല്ല തെളിനീരായ വെള്ളം. ഇവിടെ റോഡുണ്ട് നമുക്ക്. അത് ചെറിയൊരു കുട്ടിക്കല്ലെങ്കിൽ പിന്നെ ഇത് ഇങ്ങനെയാണ് ആ വഴി വരുന്നത് കേട്ടോ. അങ്ങനെ സ്ട്രെയിറ്റ് പോയി അതാ നമ്മുടെ അങ്ങോട്ടേക്ക് കയറി അങ്ങനെ അങ്ങ് പോകും. ഇതാണ് കറക്റ്റ് പ്രോപ്പർ നമ്മുടെ വയനാട്ടിലെ ഒരു കുട്ടി ഗ്രാമം. നമ്മൾ ഇലയൊക്കെ വെട്ടി തിരിച്ചു പോവാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഇലയൊക്കെയായി നമുക്ക്. നമ്മൾ പോയിട്ട് പൊതിച്ചോറ് കെട്ടുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ പൊതിച്ചോറ് കെട്ടുന്ന പരിപാടി തുടങ്ങിട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് നമുക്ക് 8 എണ്ണമാണ് വേണ്ടതെന്ന്. അപ്പോൾ കുറച്ചമ്മ എല്ലാത്തിലും ചോറിട്ടു. ഇനി ബാക്കി 2 ഇലയും കൂടെ നമുക്ക് ഇടാണ്ട് കേട്ടോ.
ആദ്യം ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചു. പിന്നെ ചോറ്, എല്ലാവർക്കും അറിയാമല്ലോ പൊതിച്ചോറ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. ഈ കുത്തരി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെല്ലാണേ. നെല്ല് കുത്തി അരിയാക്കി അത് നമ്മൾ ചോറാക്കി. അപ്പം അമ്മ ചോറെടുക്കാൻ പോയിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി ഓരോന്ന് ഞാൻ വരി വരിയായി കാണിച്ചു തരാം. അമ്മ എങ്ങനെ എല്ലാ പൊതിച്ചോറും ഇങ്ങനെ ഓരോന്നോരോന്നായി കിട്ടിയിട്ടോ. നമ്മൾ വീട്ടിൽ എന്താണോ കഴിക്കുന്ന ഫുഡ് അതിൽ നിന്നും ഒരിത്തിരി എക്സ്ട്രാ കൂടുതലാക്കി ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ കഴിക്കുന്ന അതേ ഫുഡ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നോക്കണേ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.